നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി നമ്മൾ ഈ സായാഹ്നത്തിൽ വാർത്താ സഞ്ചാരം തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് LDF-ന് തുടർ ഭരണം കിട്ടിയത്. പക്ഷേ 2026-ൽ സാഹചര്യം മാറുമെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഒപ്പം UDF അധികാരത്തിൽ വരുമെന്നും അപ്പോൾ മന്ത്രിമാരാകാം എന്നും മനക്കോട്ട കെട്ടുന്ന കോൺഗ്രസ് MPമാരെ കുറിച്ചുള്ള വാർത്ത ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന മുന്നണികളുടെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 പുറത്തുവിടുന്നതാണ്. അങ്ങനെ ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ളത്. അത് മന്ത്രിമാരാകാൻ മനക്കോട്ട കെട്ടുന്ന കോൺഗ്രസ് MPമാരെ കുറിച്ചുള്ളതാണ്. അടൂർ പ്രകാശ് ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ആന്റണി ഉണ്ട്, ബെന്നി ബെഹനാൻ ഉണ്ട്, MK രാഘവൻ ഉണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ, K സുധാകരൻ എന്നിവരാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷ കൈവരിക്കുന്ന പ്രധാനപ്പെട്ട MPമാരായിട്ടുള്ള നേതാക്കൾ. ഇവർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അവരുടെ സ്ഥലം മാറണമെന്ന ആഗ്രഹമുള്ളതാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. സീനിയർ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ഉണ്ടായാൽ UDF-ന്റെ നേതൃത്വത്തിൽ ഒരു അധികാരം കിട്ടുമ്പോൾ തങ്ങൾക്ക് മന്ത്രിമാരാകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങളുമായാണ് ഇവർ കഴിയുന്നത്. ഉദുമയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ തൃക്കാക്കര. അങ്ങനെ മണ്ഡലം ഉൾപ്പെടെ ഓരോരുത്തരുടെയും മനസ്സിൽ കണ്ടിട്ടുണ്ട് ഏറ്റവും സാധ്യതകൾ ഉള്ള ഇടങ്ങൾ. ഒപ്പം തന്നെ ഭരണം ഉറപ്പിച്ചാൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് അങ്ങനെ വിജയം ഏറ്റവും ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18ന്റെ വാർത്ത. ഈ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത വന്നതോടുകൂടി ഇതിനോട് പല നേതാക്കളുടെയും പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്യുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ഇന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചത് പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാം എന്ന ഒരു ആഗ്രഹമുണ്ട് എന്ന കാര്യം അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി പേര് ഉൾപ്പെടുന്ന ന്യൂസ് 18 റിപ്പോർട്ട് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം ഉള്ള നേതാക്കളുണ്ട് എന്ന കാര്യം അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥിത്വ സാധ്യതയെക്കുറിച്ചുള്ള പഠനം നടക്കുകയാണ് ഇപ്പോൾ. അതനുസരിച്ചായിരിക്കും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നതുകൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും അടൂർ പ്രകാശ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അപ്പോ സ്വന്തം താല്പര്യം മാത്രമല്ല, പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളം പ്രധാന കേന്ദ്രമാക്കാനുള്ള നീക്കം ഈ MPമാർ നടത്തുന്നത്. അവർ അതിനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18ന്റെ റിപ്പോർട്ട്. എന്തുകൊണ്ട് ഇവർ മത്സരിക്കുന്നു എന്ന കാരണം നോക്കിയാൽ അത് ഒന്ന് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണമാറ്റം ഉണ്ടാകുമെന്ന അടിയുറച്ച വിശ്വാസമാണ്. കേരളത്തിൽ ഭരണമാറ്റം എന്നത് ആസന്നമായിരിക്കുന്നു എന്ന അവരുടെ വിശ്വാസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ UDF-ന് ഭരണം കിട്ടിയാൽ അവിടെ സീനിയർ നേതാക്കളായ തങ്ങൾക്കാണ് മന്ത്രിസ്ഥാനത്തിനുള്ള അവകാശവാദം. അതുകൊണ്ട് തന്നെ ആ അവകാശവാദം വളരെ നേരത്തെ തന്നെ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, കേന്ദ്രത്തിൽ ഇത്രയും സീനിയോറിറ്റിയുള്ള നേതാക്കൾ ഇവിടെ നിന്ന് ജയിച്ച് MPമാരായി കേന്ദ്രത്തിലെത്തി എന്നതുകൊണ്ട് മാത്രം അവർക്ക് അർഹമായ
റോളുകൾ അവിടെ ലഭിക്കുന്നില്ല. നമുക്കറിയാം ശശി തരൂരിനെ പോലെയുള്ളവർ പോലും തങ്ങൾക്ക് അനുയോജ്യമായ റോളുകൾ ഇല്ലാത്തതിൽ വലിയ അസ്വസ്ഥതയുള്ളവരാണ്. അപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എംപിമാരായി എത്തിയിരിക്കുന്നവർക്കും ദേശീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഒരു റോൾ ഇല്ല എന്ന ഒരു കാര്യം ബോധ്യമുള്ളതാണ്. അത് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അത് മറ്റൊരു സാഹചര്യം. ജാതി സമവാക്യം നിർണായകമാണ് എന്നത് പറയുന്നു. കേരളത്തിൽ വരാനിരിക്കുന്നതും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ജാതി സമവാക്യങ്ങൾ വളരെ നിർണായകമായി വരുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം ജയം ഉറപ്പാക്കാൻ വളരെ അത്യാവശ്യം എന്ന ഒരു കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരുത്തന്മാർ ഇറങ്ങുമ്പോൾ കൂടുതൽ ജയസാധ്യതയുണ്ടാകും. അത് മറ്റ് മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കും. അത് മൊത്തത്തിൽ ഒരു ശക്തമായ മത്സരം എന്ന തോന്നൽ ഉളവാക്കും. അതൊക്കെ UDFന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. ഇതൊക്കെയാണ് മത്സരത്തിന് കച്ചകെട്ടുന്ന എംപിമാരുടെ അവർ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങളും കാര്യങ്ങളും ഇതുതന്നെയാണ്. അതേസമയം ഇത് പല തരത്തിലുള്ള മാനങ്ങളുള്ള ചർച്ചകൾക്ക് ഇടയാക്കുന്ന നീക്കം കൂടിയാണ്. അതിൽ തിരിച്ചടിയാകുന്ന പല ഘടകങ്ങൾ കൂടിയുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അത് എന്തൊക്കെയെന്ന് നോക്കിയാൽ പ്രധാനമായും ഹൈക്കമാൻഡ് ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനം. അടൂർ പ്രകാശ് ഇതിനോട് പ്രതികരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു അത് തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ്. ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. സാധ്യതയും സാഹചര്യങ്ങളും നോക്കിക്കൊണ്ട് ആരാണ് അനുയോജ്യമായ സ്ഥാനാർത്ഥി, എന്താണ് മണ്ഡലത്തിന്റെ സാഹചര്യം, ഇവ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി വേണമെന്ന കാര്യം തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഉയർത്തുന്ന എതിർപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത്തരം ആഗ്രഹങ്ങളുമായി നടക്കുന്ന എംപിമാർക്കുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒഴിയുന്ന സീറ്റ് എംപിമാർ മത്സരിച്ചാൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരും. കാരണം ഏതാണ്ട് 4 വർഷത്തോളം ഉള്ള ഒഴിവ് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം ഉണ്ടാകും. അത് എങ്ങനെ ബാധിക്കും? ആ ഒഴിയുന്ന സീറ്റ് എങ്ങനെ നിലനിർത്തും? ഇത്രയും കരുത്തരായ നേതാക്കൾ മാറിയാൽ മറ്റാരെ കൊണ്ട് ആ സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യം പ്രധാനമായും ഉയരും. ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കുമെന്ന കാര്യം. ഓരോ തെരഞ്ഞെടുപ്പിനും ചെലവാകുന്ന തുക എത്രയെന്നത് നമുക്കറിയാം. നേരത്തെയും ഇത്തരം പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളതാണ്. അത് ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത എത്രയെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകും. അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളോട് ജനങ്ങൾ വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യം ഇതിന് തിരിച്ചടി സൃഷ്ടിക്കും. എംപിമാരെ മത്സരിപ്പിച്ചാൽ ജനമെതിരാകുമോ എന്ന ആ ചോദ്യം അത് സാധ്യതയെ കൂടി തിരിച്ചടിയാക്കിക്കും. അത് വേണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാനും ജനവികാരം എതിരാക്കാനും ഇടയാക്കും എന്ന സാഹചര്യം മാത്രവുമല്ല, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതൊക്കെയും വളരെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളാണ്. അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും K സുധാകരനുമൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചവരാണ്. ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ചവർ ഉണ്ട് അതിൽ. അപ്പോൾ അവരൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നത് യുവാക്കളുടെ സാധ്യതകളെ തല്ലിക്കെടുത്തുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായും അതിനെതിരെ, ആ നീക്കത്തിനെതിരെ എതിർപ്പുയരാൻ പോകുന്നത് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ്. അത് നേരിടുക എന്നത് വെല്ലുവിളിയാണ്. എന്തായാലും ഒരുക്കങ്ങൾ പ്രാരംഭഘട്ടത്തിൽ നടക്കുകയാണ്. അല്ലെങ്കിൽ ചർച്ചകൾ അങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് തങ്ങളുടെ മനസ്സിലിരിപ്പ് അത് സാധ്യമാക്കാനുള്ള അല്ലെങ്കിൽ ആ ആഗ്രഹം മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഉടുപ്പുകൾ തുന്നിക്കൊണ്ട് അതിനുള്ള നീക്കങ്ങൾ എംപിമാർ സജീവമാക്കുന്നത്. പക്ഷേ ഏറെ വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം ഒരു മണ്ഡലം ജയിക്കാൻ സീനിയറായിട്ടുള്ള MP ഇറങ്ങിയേ മതിയാകൂ എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരം നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് തയ്യാറായേക്കും. നേരത്തെയും അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഡൽഹിയിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ രംഗത്താണ് ഇന്ത്യ മുന്നണി ഉള്ളത് എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ഒരു MP പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. അപ്പോൾ അത് റിസ്ക്കായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ എന്തായാലും തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രതീക്ഷയോടെ കോൺഗ്രസിലെ MPമാർ അവരുടെ കേന്ദ്രം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റുന്നത് സ്വപ്നം കണ്ട്, മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ട്, മന്ത്രി കസേര സ്വപ്നം കണ്ട് കഴിയുന്നു എന്നതാണ് ന്യൂസ് 18 റിപ്പോർട്ട്. അത് ശരിവെക്കുന്നതാണ് അടൂർ പ്രകാശിന്റെ വാക്കുകൾ. നമുക്കറിയാം ചേർത്തലയിലെ തിരോധാനം ഓരോ ദിവസവും നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ജയനമ്മയുടെ മരണം ഉറപ്പിക്കുന്ന തരത്തിൽ ജയനമ്മയുടെ തന്നെയാണ് ആ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ രക്തത്തുള്ളികൾ എന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വാർത്ത എന്ന് പറയുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സെബാസ്റ്റ്യനുള്ള പങ്ക് വെളിവാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് സെബാസ്റ്റ്യൻ വഴി കൈമാറ്റം ചെയ്ത് അത് വാങ്ങിയ സതീശൻ എന്ന വ്യക്തിയാണ്. ബിന്ദു പത്മനാഭന്റെ കയ്യിലുള്ള സ്വത്ത് വലിയ രീതിയിൽ ക്രയവിക്രയം ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സെബാസ്റ്റ്യനും കൂട്ടരും തട്ടിയിട്ടുണ്ട് എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിന്ദു പത്മനാഭന്റെ ആലപ്പുഴയിലെ ഭൂമി സ്വന്തമാക്കിയ സതീശന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. 2005 മെയ് മാസത്തിന് ശേഷം ബിന്ദു ജീവനോടെ ഇല്ലെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്നാൽ 2006 ഭൂമി വിൽക്കാൻ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു എത്തിയതായി സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം എത്തിയ നിഗമനങ്ങൾ പോലും ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് ന്യൂസ് 18 സതീശൻ നടത്തിയിരിക്കുന്നത്. താനുമായി ഭൂമി ഇടപാട് നടന്ന ദിവസം സെബാസ്റ്റ്യനും ബിന്ദുവും താമസിച്ചത് ഒരുമിച്ചാണ് എന്ന് സതീശൻ പറയുകയാണ്. സെബാസ്റ്റ്യനുമായി ബിന്ദുവിന് ഗാഢമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു സതീശന്റെ വാക്കുകൾ. വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തു. ആദ്യം എഗ്രിമെന്റ് ആണ് വെച്ചത്, പിന്നീട് വസ്തു എഴുതി നൽകാതായതോടെ കേസ് കൊടുത്തു. ഒരിക്കൽ പോലും ബിന്ദു ഹാജരായില്ല. അതിനെ തുടർന്ന് തുക കെട്ടിവെച്ച് വസ്തു സ്വന്തമാക്കുകയായിരുന്നു ഈ സതീശൻ എന്ന് പറയുന്ന വ്യക്തി. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി. കഴിഞ്ഞ ദിവസം സതീശനെ ക്രൈംബ്രാഞ്ച് ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി സമീപിച്ചിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ന്യൂസ് 18 അന്വേഷണ ഭാഗമായി ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ അവിടെ എത്തുകയും സതീശനെ കാണുകയും സതീശനോട് സംസാരിക്കുകയും ചെയ്തത്. നിർണായക വെളിപ്പെടുത്തൽ ന്യൂസ് 18 സതീശൻ നടത്തുന്നു. കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് പിന്നെ എൻ്റെ സഹോദരൻ ജയദേവൻ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവരവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്നും എനിക്കറിയില്ല. ബിന്ദു പത്മനാഭന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കോടതി വഴി നടത്തിയെടുത്തത്. അതെങ്ങനെയായിരുന്നു ആ കച്ചവടത്തിൽ? അത് അവർ വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു സെബാസ്റ്റ്യൻ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു, പിന്നെ എഗ്രിമെൻ്റ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല, വസ്തു കാണണം, വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവരന്നേരം എൻ്റെ കയ്യിൽ എടുത്ത് തന്നു. പിറ്റേ ദിവസം പോയി ഇത് കണ്ടു, എഗ്രിമെൻ്റ് എഴുതി. 6 മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ. അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി? അന്ന് 1.5 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുത്തു. പക്ഷേ എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? ബിന്ദു പിന്നെ കാണാതായതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? എനിക്ക് ഇതിപ്പോൾ ഞാൻ ചാനലിലേക്ക് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സ്ഥലമല്ലേ സെബാസ്റ്റ്യൻ നടത്തിയെടുത്തത്. അപ്പോൾ അതിനകത്ത് ദുരൂഹത ഇല്ലാതില്ല. ദുരൂഹതയില്ലാതില്ല എന്നാണ് സതീശൻ പറഞ്ഞു നിർത്തുന്നത്. ഈ ബിന്ദു പത്മനാഭന്റെ കേസ് 2013 ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്നൊരു പരാതി ലഭിക്കുന്നത്. പക്ഷേ 2005 ശേഷം ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ 2006 നടന്ന ഇടപാടുകളുടെ കാര്യം സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങും എത്താനായിട്ടില്ല എന്നതാണ് ഈ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ബിന്ദു പത്മനാഭന്റെ പേരിൽ കോടികളുടെ സ്വത്തുണ്ടായിരുന്നു. ഈ സ്വത്ത് തട്ടിയെടുക്കാൻ അവരുമായി സെബാസ്റ്റ്യൻ സൗഹൃദം തുടങ്ങി. അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് മനസ്സിലാകുന്നു. 2002 ബിന്ദു പത്മനാഭന്റെ അമ്മ മരിക്കുന്നു. അതിന് പിന്നാലെ 4 മാസത്തിനിപ്പുറം അച്ഛൻ മരിക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ സ്വത്ത് ബിന്ദു പത്മനാഭന് ലഭിക്കുകയാണ്. ബിന്ദു പത്മനാഭൻ ഒരു സഹോദരൻ കൂടിയുണ്ട്. പക്ഷേ ചില തർക്കങ്ങൾ അവർക്കിടയിൽ ഉടലെടുക്കുന്നു. ഈ ബിന്ദു പത്മനാഭന്റെ പേരിലേക്ക് മുഴുവൻ സ്വത്ത് മാറുമ്പോൾ അത് സഹോദരനുമായുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അതിനുശേഷം ബിന്ദു പത്മനാഭൻ തന്നെ കോടതിയിൽ സഹോദരനിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിൽ കേസ് കൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു. അതിനെ തുടർന്ന് ഉള്ള സംരക്ഷണം ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ബിന്ദു പത്മനാഭനെയും സഹോദരനെയും തമ്മിൽ തെറ്റിക്കുന്നു. അതിനുശേഷം ബിന്ദു പത്മനാഭൻ ഒറ്റയ്ക്കാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം ഒറ്റയ്ക്കാണ്. ബിന്ദു പത്മനാഭന്റെ പേരിൽ കോടികളുടെ സ്വത്ത്. ആരാണ് ഈ വീട്ടിലുണ്ടായിട്ടുള്ള 2 മരണം, അമ്മയുടെയും 4 മാസത്തിനകം തന്നെ അച്ഛൻ്റെയും മരണത്തിൽ ദുരൂഹതകൾ
ദുരൂഹതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ദുരൂഹതകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷം ഒറ്റയ്ക്കാകുന്ന ബിന്ദു പത്മനാഭനെയും സഹോദരനെയും തമ്മിൽ അകറ്റി ബിന്ദു പത്മനാഭനെ ഒറ്റയ്ക്കാക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രമേ നമുക്ക് സംശയിക്കാൻ കഴിയുകയുള്ളൂ ഈ ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാകുന്ന ബിന്ദു പത്മനാഭനെ കുറിച്ച് പിന്നീട് ഒരു ഘട്ടത്തിന് ശേഷം യാതൊരു വിവരവും ആർക്കുമില്ല. ഈ കേസിലായി പ്രശ്നങ്ങളിലായ സഹോദരൻ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ചില സാമ്പത്തിക ബാധ്യതകളും ഇടപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബാധ്യതകളൊക്കെ തീർത്ത് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുകയോ ബിന്ദു പത്മനാഭനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയോ ചെയ്തപ്പോൾ വളരെ വൈകിപ്പോയിരുന്നു. 2017 മാത്രമാണ് ഇവർ ഈ കാണാനില്ല എന്നൊരു പരാതി നൽകുന്നത്. 2017 പരാതി നൽകുന്നത്. അപ്പോൾ ഇവർ പരാതിയിൽ പറഞ്ഞതുപോലെ 2013 മുതൽ കാണാനില്ല എന്ന തരത്തിൽ ഉള്ള വിവരമാണ് ഈ സഹോദരൻ നൽകുന്നത്. അപ്പോൾ മനഃപൂർവ്വം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ബിന്ദു പത്മനാഭന്റെ കാര്യത്തിൽ എന്ന് വേണം കരുതാൻ. ഇപ്പോൾ സതീശന്റെ തുറന്നു പറച്ചിൽ, ഈ ഭൂമി ഇടപാടുകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് സെബാസ്റ്റ്യൻ ആയിരുന്നു. സോഡാ പൊന്നപ്പൻ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട വെളിപ്പെടുത്തൽ, അത് സോഡാ പൊന്നപ്പൻ്റെതായിരുന്നു. ആ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സോഡാ പൊന്നപ്പൻ തന്നെയാണ് ഈ ഭൂമി ഇടപാടിലും ഇടനിലക്കാരനായിട്ടുള്ളത്. സെബാസ്റ്റ്യനെയും ബിന്ദു പത്മനാഭനെയും തമ്മിൽ മുട്ടിക്കുന്നത്. അതിനുശേഷം നടന്ന ഭൂമി ഇടപാടിന്റെ വിവരങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഈ സതീശന്റെ വാക്കുകളിലൂടെ കേൾക്കുന്നത്. പക്ഷേ സതീശൻ ഇപ്പോൾ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ഇല്ല എന്ന തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഭൂമി ഇടപാടുകൾ നടന്ന രീതി സംശയം ഉണർത്തുന്നതാണ്. ഈ സതീശൻ എഗ്രിമെന്റ് ആക്കുന്നു, അതിനുശേഷം കോടതിയിൽ പോയാണ് ഈ ഭൂമിയുടെ അവകാശം സ്വന്തമാക്കുന്നത്. അതിനുശേഷം മാസങ്ങൾക്കകം തന്നെ ആ ഭൂമി മറച്ചു വയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലൊന്നും ബിന്ദു പത്മനാഭനെ കണ്ടിട്ടില്ല പിന്നീട് എന്നതാണ് സതീശൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അതിൽ സംശയം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സെബാസ്റ്റ്യൻ പലപ്പോഴും ബിന്ദു പത്മനാഭൻ വിളിച്ചിട്ടുണ്ട് എന്നും പുറത്തുനിന്ന് വിദേശത്ത് നിന്നൊക്കെയുള്ള ഏതോ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഇയാളെ ബോധിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വളരെ വളരെ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഈ ഇടപാടുകൾക്കിടയിൽ സെബാസ്റ്റ്യനെ കാണുമ്പോൾ സെബാസ്റ്റ്യനൊപ്പം ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു എന്ന് സതീശൻ പറയുന്നു. അവർ തമ്മിലുള്ള ബന്ധം അത്രമാത്രം അടുത്തതായിരുന്നു എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ഇത് സെബാസ്റ്റ്യൻ മാത്രം ഉൾപ്പെട്ട ഇടപാടുകളല്ല. ഈ തിരോധാനം, സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ, ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല എന്ന സംശയം കൂടി ഉയരുന്നുണ്ട് സതീശന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഈ വസ്തു വാങ്ങിയ സതീശന്റെ സഹോദരൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണ്. അത് സെബാസ്റ്റ്യനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സഹോദരന്. അവർ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരുമിച്ച് മദ്യപിച്ച് പിരിഞ്ഞ സഹോദരൻ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അതിലൊന്നും സംശയിക്കുന്നില്ല സെബാസ്റ്റ്യനെ എന്നതാണ് സതീശൻ പറയുന്നത്. അപ്പോൾ സതീശന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ കൂടി സംശയത്തിലാവുകയാണ്. മാത്രവുമല്ല, ഈ ഭൂമാഫിയയുടെ വലിയ ഇടപെടലുകൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ബിന്ദു പത്മനാഭന് ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കോടികളുടെ സ്വത്ത് അവരുടെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഒരുപാട് സ്വത്തുള്ള വ്യക്തിയായിരുന്നു ബിന്ദു പത്മനാഭൻ. അപ്പോൾ അവരുടെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് സതീശൻ ന്യൂസ് 18 നടത്തിയത്. സതീശന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് എൻ്റെ സഹോദരൻ ജയദേവൻ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വല്ലതും അറിയാവോ, അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ, അത് മാത്രമാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവരവിടെ നിന്ന് ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. ബിന്ദു പത്മനാഭന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, അത് ഞാൻ കോടതി വഴി നടത്തിയെടുത്തത്. അതെങ്ങനെയായിരുന്നു ആ കച്ചവടത്തിൽ? അത് അവർ വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു സെബാസ്റ്റ്യൻ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഇത് വെച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞു, എഗ്രിമെൻ്റ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തരാനൊക്കെ ഇല്ല, വസ്തു കാണണം, വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവരന്നേരം എൻ്റെ കയ്യിൽ എടുത്ത് തന്നു. പിറ്റേ ദിവസം പോയി ഇത് കണ്ടു, എഗ്രിമെൻ്റ് എഴുതി. 6 മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ. അന്ന് എത്ര രൂപ അഡ്വാൻസ് വാങ്ങി? അന്ന് 1.5 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുത്തു. പക്ഷേ എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? ബിന്ദു പിന്നെ കാണാതായതൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത തോന്നിയിരുന്നോ? എനിക്ക് ഇതിപ്പോൾ ഞാൻ ചാനലിലേക്ക് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സ്ഥലമല്ലേ സെബാസ്റ്റ്യൻ നടത്തിയെടുത്തത്. അപ്പോൾ അതിനകത്ത് ദുരൂഹത ഇല്ലാതില്ല. സതീശന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ സതീശന്റെ സഹോദരൻ
ഡീൽ ഓർ നോട്ട് ഡീൽ, എല്ലാ കണ്ണുകളും കഴിഞ്ഞ ദിവസം അലാസ്കയിലായിരുന്നു. ട്രംപും പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയിലേക്കായിരുന്നു. അവിടെ എന്ത് തീരുമാനങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. ചർച്ച ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടുനിന്നു. ചർച്ച അവസാനിക്കുമ്പോൾ ഒരു കരാറിലേക്ക് എത്താൻ കഴിയാതെ ഇരു നേതാക്കളും പിരിയുന്നത് ലോകം കണ്ടു. പക്ഷേ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും അവസാനവും നൽകുന്ന സൂചനകൾ. കാരണം ഈ ചർച്ചകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും വലിയ പുരോഗതി ഉണ്ടായി എന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അലാസ്കയിൽ -12 ഡിഗ്രി ആയിരുന്നു ഈ ചർച്ച നടക്കുമ്പോഴുള്ള താപനില. പക്ഷേ ഹൈ വോൾട്ടേജിലായിരുന്നു ചർച്ചകൾ. അതിൽ മഞ്ഞുരുകിയോ എന്ന് ലോകം കാത്തിരുന്നപ്പോൾ ചില സാധ്യതകൾ പങ്കുവെക്കുന്നുണ്ട് അന്ന് നടന്ന ചർച്ച. കാരണം വളരെ ഊഷ്മളമായ രംഗങ്ങളാണ് അവിടെ നിന്ന് പുറം ലോകത്തിന് ലഭിച്ചത്. മാത്രവുമല്ല, പ്രതീക്ഷ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് ഇരു നേതാക്കളുടെയും വാക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം എന്താണ് പുടിൻ പറഞ്ഞത് എന്നത് നോക്കാം. പുടിൻ പറയുന്നത് ഈ ചർച്ചയെ അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു നീക്കവും ഇനി ഉണ്ടാകരുത് എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള യാതൊരു നീക്കവും ഉണ്ടാകരുത്, യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ അതിന് മുതിരരുത് എന്ന് പുടിൻ പറയുകയാണ്. ദീർഘകാലത്തേക്കുള്ള സമാധാനം ഉണ്ടാകണമെങ്കിൽ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന ഒരു കാര്യം പുടിൻ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ്. ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്ന ഒരു സാഹചര്യം കൂടി പുടിൻ ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്കറിയാം, ട്രംപ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നത്. താൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനകം യുദ്ധം അവസാനിപ്പിക്കും എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ അതിനുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നത് ട്രംപിന് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അത് താൻ വാക്ക് പാലിക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ പുടിൻ അതിനോട് പ്രതികരിക്കുമ്പോൾ അന്ന് ട്രംപ് ആയിരുന്നു എങ്കിൽ ഇത്തരമൊരു യുദ്ധം നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന ബൈഡനെയാണ് പുടിൻ ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന പ്രസ്താവന തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ട്രംപിന്റെ വാക്കുകൾ. ആ ട്രംപിന്റെ സംയുക്ത പ്രസ്താവനയിലെ വാക്കുകൾ കേട്ടതിന് ശേഷം തിരിച്ചെത്താം. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. It's ultimately up. എനിക്ക് തെറ്റിപ്പോയതാണ്. പുടിൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പുടിന്റെ വാക്കുകളിലേക്ക് പോകാം. И чем быстрее, тем лучше до завершения конфликта на Украине. Благодарю вас за внимание. എന്താണ് അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ച എന്നത് ഇരു നേതാക്കളും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അവർക്കിടയിൽ ചില ധാരണകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും നാറ്റോ രാജ്യങ്ങളുമായും സംസാരിക്കും താൻ എന്നതാണ് ഈ അലാസ്കയിലെ ചർച്ച നടന്നതിന് ശേഷം ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ട്രംപിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പുടിനെ ഒരിക്കൽ പോലും ഈ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ മുതിർന്നില്ല എന്നതുകൂടി നമ്മൾ കാണണം. ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ വിട്ടു നൽകണം എന്ന സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെലൻസ്കി ഏറ്റവും പ്രധാനമായും ഈ കാര്യങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ട്രംപ് ഈ
പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചുവെങ്കിൽ പോലും അതിൽ ബലം പിടുത്തത്തിന് ട്രംപ് തയ്യാറായേക്കില്ല എന്ന സൂചനകളാണ് വരുന്നത്. 2014 പിടിച്ചടക്കിയ സ്ഥലങ്ങൾ ഖേഴ്സണും ഡൊണസ്കും ഒപ്പം സബോറീഷ്യയും ലുഹാൻസ്കും എന്നിവയൊക്കെ വിട്ടുകൊടുക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെടുമ്പോൾ അത്രയൊന്നും സാധ്യമായില്ല എങ്കിൽ പോലും ട്രംപിന്റെ ഇടനിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രീമിയ പോലെയുള്ള ചില സ്ഥലങ്ങളെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ എത്താൻ പറ്റുമോ എന്ന ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ വാശി പിടിച്ചുകൊണ്ട് സെലൻസ്കിക്ക് വേണ്ടി ആ കാര്യങ്ങളിൽ വാശി പിടിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നശിപ്പിക്കാൻ ട്രംപ് മുതിരുന്നില്ല എന്നതാണ് ചർച്ചയിലും ചർച്ചയ്ക്ക് ശേഷവുമുള്ള ട്രംപിന്റെ നിലപാടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അടുത്ത ചർച്ച ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി നൽകുന്നുണ്ട് ഇരുവരും. മോസ്കോയിലേക്ക് എത്താൻ പുടിൻ പറയുന്നുണ്ട് ഇതിനുശേഷം. അപ്പോൾ ട്രംപ് ഇപ്പോൾ വാക്കൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അടുത്ത ചർച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആ വാക്കുകൾ. അപ്പോൾ ഇതിന് തുടർ ചർച്ചകൾ ഉണ്ടാകും. അത് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം അലാസ്കയിൽ നടന്ന ചർച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കാരണമാണ് അധിക തീരുവ പിഴത്തീരുവ ഏർപ്പെടുത്താൻ കാരണമായി അമേരിക്ക ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മഞ്ഞുരുകൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൂടി അയവ് വരുത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ ചർച്ച. എന്തായാലും ഒരു കരാറിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും സമാധാനം ഉണ്ടാകും, അല്ലെങ്കിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. ആരാണ് ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ അല്പമെങ്കിലും മേൽക്കൈ നേടിയത് എന്ന് നോക്കാം. ആര് ജയിച്ചു അല്ലെങ്കിൽ ആർക്ക് മേൽക്കൈ എന്ന് നോക്കിയാൽ പുടിൻ അവിടെ സ്വീകരിക്കപ്പെട്ട രീതി വളരെ വിശേഷപ്പെട്ടതായിരുന്നു. നമുക്കറിയാം റഷ്യയുമായി സഹകരിക്കുന്നതിന് ഇന്ത്യക്ക് മേൽ ഉൾപ്പെടെ പിഴത്തീരുവ അധിക തീരുവ ഏർപ്പെടുത്തുമ്പോൾ പക്ഷേ അലാസ്കയിൽ അവിടെ ചർച്ചയ്ക്ക് വന്ന പുടിന് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു. പുടിൻ എത്തുന്നതിന് മുൻപ് തന്നെ ട്രംപ് എത്തുന്നു, കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ട്രംപും JD വാൻസും ചേർന്ന് ട്രംപ് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ പുടിൻ്റെ കാറിൽ ട്രംപ് സഞ്ചരിക്കുന്നു. ആകാശത്ത് റഷ്യയ്ക്ക് എതിരെ പ്രയോഗിക്കാൻ എന്ന വണ്ണം അമേരിക്ക വാങ്ങിയ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് സ്വീകരണമൊരുക്കുന്നു. അങ്ങനെ വളരെ ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ കാഴ്ചകളാണ് അലാസ്കയിൽ നിന്നും പുറത്തു വന്നത്. റഷ്യയുമായുള്ള ബന്ധത്തെ ചൊല്ലി മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന പിഴത്തീരുവ ഏർപ്പെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പക്ഷേ പുടിനുമായുള്ള സൗഹൃദം വളരെ വേണ്ടപ്പെട്ടതാകുന്നു. ട്രംപിനെ അലോസരപ്പെടുത്താത്ത സമീപനം പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ട്രംപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ബൈഡനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുടിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ വരുന്നു. എന്തായാലും ഇതിനൊക്കെ ശേഷം നൽകിയ അഭിമുഖത്തിൽ പുടിനുമായി കരാറിന് അടുത്തെത്തിയെന്നും ഇനി യുക്രൈനാണ് കരാറിലേക്ക് എത്തേണ്ടത് എന്ന ഒരു കാര്യം കൂടി ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. അത് തീർച്ചയായും സെലൻസ്കിക്കുള്ള മുന്നറിയിപ്പാണ്. സെലൻസ്കി എങ്ങനെ അമേരിക്കയിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതാണ്. അത് ട്രംപും JD വാൻസും ഇരിക്കുമ്പോൾ അവിടെ നിന്ന് അപമാനിതനായി ഇറങ്ങിപ്പോകേണ്ടി വന്നു സെലൻസ്കിക്ക് എന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് പുടിൻ ഈ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. അതിനുശേഷം നടത്തിയ അഭിമുഖത്തിൽ സെലൻസ്കിക്ക് ചില മുന്നറിയിപ്പുകൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതപ്പോൾ നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. അനുനയത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന ഒരു സന്ദേശം സെലൻസ്കിക്ക് നൽകുകയാണ് ട്രംപ് എന്ന കാര്യത്തിൽ സംശയമില്ല. പുടിനുമായി ആ രീതിയിലുള്ള സൗഹൃദം നിലനിർത്തുന്നു. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നലത്തെ ചർച്ചകൾ പിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. യുദ്ധം അവസാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചും വ്യാപാര കരാറിലേക്കും മറ്റ് പിഴത്തീരുവയൊക്കെ ഒഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കും സാമ്പത്തികമായി നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതിസന്ധികൾ അയയുന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിക്കും. കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗം, അത് പാകിസ്ഥാനുള്ള മറുപടി കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകി. പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് യുവാക്കളെ കരുതുന്നതിൻ്റെ കാര്യം, ഒപ്പം തന്നെ GSTയിൽ വരാൻ പോകുന്ന ഇളവ്, അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഏറ്റവും രാഷ്ട്രീയമായി ചർച്ചയാകുന്നതും വിവാദമാകുന്നതും
RSSനെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചതാണ്. മാത്രവുമല്ല അവരുടെ സേവനങ്ങളെ പ്രശംസിച്ചതാണ്. 100 വർഷത്തെ മുൻപ് രൂപം കൊണ്ട RSS ലോകത്തെ ഏറ്റവും വലിയ NGO ആണെന്നും 1 നൂറ്റാണ്ടായി RSS നമ്മളെ പ്രചോദിപ്പിക്കുന്നു എന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അത് രാഷ്ട്രീയ വിവാദമായി തന്നെ മാറുന്നു. CPM അതിനെതിരെ ശക്തമായി രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി അതിനെതിരെ വളരെ ശക്തമായ വാക്കുകളോടെ അതിന് വിമർശനം ഉന്നയിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം സവർക്കർക്കും RSSനും ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധം എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യ ദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്നും ഇതുകൊണ്ടൊന്നും വർഗീയ സംഘടനകളെ വെള്ളപൂശാനാകില്ല എന്നുമാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഒപ്പം തന്നെ വലിയ വിവാദം ഉയർത്തിയതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്കും മുകളിൽ സവർക്കറുടെ ഫോട്ടോ പ്രതിഷ്ഠിച്ച സംഭവം. ഇത് വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ജാതി മത വേഷ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത്. ഒറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് RSSന്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിപത്തി പ്രകടിപ്പിച്ചവരാണ് RSS എന്ന് ചൂണ്ടിക്കാട്ടുന്നു. നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിൽ ഊന്നിയ ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ പലതും ഉന്നയിച്ചുകൊണ്ടും ഉദ്ധരിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്കും ഒപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ കാർഡിൽ വന്ന രാഷ്ട്രപതിക്കും മുകളിൽ വന്ന സവർക്കറുടെ ഫോട്ടോ പ്രതിഷ്ഠിച്ച ഗൂഢാലോചനയെക്കുറിച്ചും മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് ഇവർ തീരുമാനിച്ചിരുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നു. ഇതേ സവർക്കറെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യസമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത്. സ്വാതന്ത്ര്യസമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന RSS ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളാണ് നടത്തുന്നത് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. ഒപ്പം ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ നീക്കം, പ്രധാനമന്ത്രിയുടെ തന്നെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ സംസ്ഥാനത്ത് നടത്തിയ നീക്കമുണ്ട്. അതിനെതിരെയും ശക്തമായി മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു. അങ്ങനെ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യദിനത്തോട് എന്ത് മതിപ്പാണുള്ളത് എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പ് ഭാരമാണ് RSS പേറുന്നത് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യത്വ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം ചുമന്ന് നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹനീയമായ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നുകൂടി മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയതാണ് പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗം. പക്ഷേ എല്ലായ്പ്പോഴും അതിന് കിട്ടുന്ന യാതൊരു അവസരങ്ങളും പ്രധാനമന്ത്രി പാഴാക്കിയിട്ടില്ല എന്നത് നമുക്കറിയാം. അപ്പോൾ അത് സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്ന് കുറേ നാളായി നടത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പുതിയ ചരിത്രം കൂട്ടിച്ചേർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതിൽ കൃത്യമായി പ്രതിരോധം തീർക്കുകയാണ് CPM. മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് കൃത്യമായി ചരിത്രം പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ ഓരോ സംഭവങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സഭയും CPM-ഉം നേർക്കുനേർ വരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ രംഗത്ത് വന്ന അവസരവാദപരമാണ് പാംബ്ലാനിയുടെ നിലപാടുകൾ എന്ന് CPM നിലപാട് കടുപ്പിച്ചപ്പോൾ അതിനെതിരെ തലശ്ശേരി അതിരൂപത രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന തിട്ടൂരം അനുസരിച്ച് രൂപതകൾക്ക് പ്രതികരിക്കാനാകില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ആ വിമർശനം ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം കത്തോലിക്ക കോൺഗ്രസ് അനുകൂലിച്ച് സഭയുടെ നിലപാടിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നതും CPM-നെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ സിറോ മലബാർ സഭ തന്നെ ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ അവസരവാദിയെന്ന് MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചതാണ് സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അവർ ഈ കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്നത് നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനകവുമായ പ്രസ്താവനകളാണെന്നും അത്
അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ് എന്നതുമാണ് സിറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുന്നത്. പിതാവിനെ ആക്ഷേപിക്കാനുള്ള CPM നേതാക്കളുടെ ശ്രമം തികച്ചും അപലപനീയമാണ് എന്ന് സഭ ചൂണ്ടിക്കാട്ടുന്നു. ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലായിരുന്നു ആദ്യം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവർക്കൊപ്പം നിൽക്കാനാകില്ല എന്ന തരത്തിൽ പാംബ്ലാനി സംസാരിക്കുകയും പ്രതിഷേധങ്ങളിൽ ശക്തമായി ഇടപെടുകയും ചെയ്തു. അതിനുശേഷം ഇവർ മോചിതരായപ്പോൾ കേന്ദ്ര മന്ത്രിമാർക്കുൾപ്പെടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയുടെയും ഇടപെടൽ അതിനെ നന്ദി സൂചിപ്പിക്കുകയും അവരുടെ ഇടപെടലും അവർ വാക്ക് പാലിച്ചു എന്ന തരത്തിലുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് അവസരവാദി എന്ന സമീപനം പാംബ്ലാനിക്കെതിരെ CPM സ്വീകരിച്ചത്. ആദ്യം DYFI രംഗത്ത് വന്നു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്ന് അത്തരമൊരു പരാമർശം നടത്തുമ്പോഴാണ് ഈ പ്രതികരണം രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ അതിലാണ് സിറോ മലബാർ സഭ വ്യക്തത വരുത്തുന്നത്. അത് സഭയുടെ പൊതു നിലപാടാണ് പാംപ്ലാനി പറഞ്ഞത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. CPM പറഞ്ഞിരുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ട്, ഇവർ പറയുന്നതല്ല സഭയുടെ പൊതു നിലപാട്, വിശ്വാസികളുടെ പൊതു നിലപാട് എന്ന് CPM ചൂണ്ടിക്കാട്ടിയിരുന്നു. അക്കാര്യത്തിൽ സിറോ മലബാർ സഭ വ്യക്തത വരുത്തുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്ന സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ പൊതു നിലപാട് ആവർത്തിക്കുക മാത്രമാണ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ചെയ്തതെന്ന് സിറോ മലബാർ സഭ പറയുന്നു. സിറോ മലബാർ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായി പ്രതിപത്തിയില്ല. സഭയുടെ രാഷ്ട്രീയം വിഷയങ്ങളോടുള്ള നിലപാടുകളിൽ അധിഷ്ഠിതമാണ്. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനും സഭയ്ക്ക് മടിയില്ല. ആർക്കെപ്പോൾ നന്ദി പറയണം, ആരെ വിമർശിക്കണം എന്നത് തീരുമാനിക്കുന്ന പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇടമില്ല എന്നതാണ് ഇപ്പോൾ സിറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുന്നത്. പാംബ്ലാനിയെ അകാരണമായി ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള പ്രവണതയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണം. ആവശ്യത്തിലധികം സംസാരിച്ചു കഴിഞ്ഞതിനാൽ ഈ വിഷയം ഉടൻ അവസാനിപ്പിക്കണമെന്നും സഭ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്. നേരത്തെ കത്തോലിക്ക സഭയും വിമർശനം ഉന്നയിച്ചിരുന്നു. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് അന്ന് കുറ്റപ്പെടുത്തിയിരുന്നത്. നമുക്ക് ആദ്യം MP ഗോവിന്ദന്റെ ഈ വിമർശനത്തിന് വിധേയമായ ആ പ്രതികരണം ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംബ്ലാനി അപ്പം ഞെട്ടി. പാംബ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംബ്ലാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ഇതായിരുന്നു ഉയർന്ന വിമർശനം. അതിനു മുൻപ് DYFI ആണ് ആദ്യം പ്രതിഷേധവുമായി പാംബ്ലാനിക്കെതിരെ രംഗത്ത് വന്നത്. നിയോ മുള്ളറുടെ സ്ഥിതിയാകും ഈ മാറി മാറി പറയുന്ന പാംബ്ലാനിക്ക് എന്നതാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് അന്ന് പറഞ്ഞത്. സനോജിന്റെ ആ വിമർശനത്തിന് പിന്നാലെയാണ് MP ഗോവിന്ദന്റെ ഈ അവസരവാദപരമായ നിലപാട് എന്ന പരാമർശം കൂടി വന്നത്. അപ്പോൾ VK സനോജിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. എല്ലാ പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളുത്തുണർത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? എന്നാൽ ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉൾപ്പെടെയുള്ളവർ പാംബ്ലാനി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സഭയ്ക്കുള്ളിൽ ഒരു ഭിന്നിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് CPM ആ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും അക്കാര്യങ്ങൾ ആദ്യം യുവജന പ്രസ്ഥാനമായ DYFIയും പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി തന്നെയും പറയുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം തലശ്ശേരി രൂപതയുടെ ഭാഗത്തു നിന്ന്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ അതിരൂക്ഷമായ വിമർശനമുണ്ടായി. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി കേൾക്കാം. CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ
സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്നയാള് ഗോവിന്ദസ്വാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹത്തിന് നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു പ്രസ്താവനയല്ല അത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിന്മ ഉദ്ദേശിച്ച് പറഞ്ഞ. അദ്ദേഹം കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ അല്പം ആളാകാൻ വേണ്ടി ഒരു ആവേശത്തിരുത്തലിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ വിമർശനം ഇങ്ങനെ ഉയർന്നിട്ടും VK സനോജും MP ഗോവിന്ദനും ആ പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവസരവാദി എന്നേ പറയാൻ പറ്റുള്ളൂ എന്നതായിരുന്നു MP ഗോവിന്ദൻ പിന്നീട് പറഞ്ഞത്. അവസരവാദം എന്ന് പറയുന്നത് അത്ര മോശം പദപ്രയോഗമല്ല എന്നുകൂടി MP ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ സിറോ മലബാർ സഭ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിശക്തമായ വിമർശനം CPM-നെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞത് പാംപ്ലാനി പറഞ്ഞത് സഭയുടെ നിലപാട് തന്നെ എന്നവർ അടിവരയിട്ട് പറയുകയാണ്. ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല എന്ന് പറയുകയാണ്. 300 രൂപ റബ്ബറിന് തന്നാൽ BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പാംപ്ലാനി നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇങ്ങനെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെതിരെ പറയുന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള മാറി മാറി പ്രസ്താവനകൾ വന്ന സാഹചര്യത്തിലാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് അവസരവാദിയാണ് എന്ന തരത്തിലുള്ള വിമർശനം വന്നത്. പക്ഷേ അത് സഭയുടെ തന്നെ നിലപാടാണ് എന്ന് സഭ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല, അല്ലെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സഭ നൽകുമ്പോൾ CPM എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. സഭയ്ക്കുള്ളിൽ ഭിന്നതകൾ ഉണ്ട് എന്നത് മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൂടിയായിരുന്നു CPM നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ സഭയുടെ ആകെ നിലപാടാണ് ഇത് എന്ന് പറയുമ്പോൾ പറഞ്ഞതിൽ നിന്ന് CPM പിന്നോട്ട് പോകുമോ, അതോ അതിൽ തന്നെ പലരും പരസ്യമായി തന്നെ നന്ദി പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഇത് ആരുടെയും ഔദാര്യമല്ല. ഒരു തെറ്റും ചെയ്യാത്തവരെ 9 ദിവസം ജയിലിൽ അടച്ചിട്ട് ജാമ്യം നൽകുന്നത് ആരുടെയും ഭരണത്തിലിരിക്കുന്ന ആരുടെയും ഔദാര്യമല്ല. അത് അവരുടെ അവകാശമാണ് എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നു. അവർക്കൊപ്പം CPM ഉറച്ചു നിൽക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇതുവരെ ഈ പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും തീർച്ചയായും മാധ്യമങ്ങൾ അക്കാര്യങ്ങളിൽ CPM നേതാക്കളോട് പ്രതികരണം തേടുമ്പോൾ അവർ പിന്നോട്ട് പോയോ അതോ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നോ എന്നത് നമുക്ക് മനസ്സിലാകും. വൈകുന്നേര സമയം ഒരു പാടത്തിന് നടുവിലൊക്കെ ചെലവഴിക്കാൻ പറ്റിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ചായയും കടിയും ഒക്കെ കഴിക്കാൻ പറ്റിയാൽ പൊളിയായിരിക്കും. എന്തായാലും അപ്പോൾ ഒരു ചാറ്റൽ മഴ കൂടി ഉണ്ടായാൽ നല്ല വൈബാകുമെന്ന് പറയുന്നു CV അനുമോദ്. എന്തായാലും അങ്ങനെ ഒരു സ്ഥലമുണ്ട് മലപ്പുറത്ത്. കരിഞ്ചാപ്പടിയിലെ കാറ്റാടിപ്പാടത്താണ് അത്തരം ഒരു സ്ഥലമുള്ളത്. അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് CV അനുമോദ്, ഞങ്ങളുടെ പ്രതിനിധി. നേരം വൈകുന്നേരത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം രാമപുരത്തെ കാറ്റാടിപ്പാടമാണ്. ഇവിടെ ഈ പാടത്തിൻ്റെ പക്കത്ത് കാറ്റുകൊണ്ട് നല്ല ചൂടുള്ള പലഹാരവും ചായയൊക്കെ കുടിച്ചിരിക്കാം. ഇതാണ് കാറ്റാടിപ്പാടം ടീ സ്റ്റാൾ. ഇതിന് ചുറ്റും പാടമാണ്, എപ്പോഴും നല്ല കാറ്റാണ് ഇവിടെ. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നല്ല തിരക്കാണ്. വിവിധ പലഹാരങ്ങൾ അത് 3 മണി മുതൽ അങ്ങനെ ചൂടോടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. അത് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു. ചിലർ വാങ്ങിച്ചു പോവും, ചിലർ കാറ്റുകൊണ്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. എന്താണെങ്കിലും നല്ല വൈബാണ് ഇവിടെ. നമ്മളിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്താണ് സ്ഥിരമാണോ ഇവിടുത്തെ ഒരു എന്താ ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നുന്നത്? പഴംപൊരി, സമൂസ. സമൂസപ്പൊട്ടിനടുത്തായത് സമൂസക്ക് ഫേമസ് ആയിരിക്കും. ഇവിടുത്തെ ഒരു വൈബ് എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളിയാണ്. ഏത് സമയം കാറ്റും ഈ കാലാവസ്ഥയാണ്. നല്ല നൈസ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. എല്ലാവർക്കും വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരുപാട് പേര് വരുന്നതാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്ന് നമ്മള് പലഹാരം കഴിച്ച് തീർക്കാൻ അറിയില്ലല്ലേ? അവര് ഒരുപാട് സമയമായിട്ട് കാറ്റുകൊണ്ടിരിക്കുന്നവരാണ്. സ്ഥിരം വരുന്നതാണ്. കാക്ക ഇവിടെ സ്ഥിരമാണോ? വരാറുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത്? ഇവിടുത്തെ കാലാവസ്ഥ നല്ല അന്തരീക്ഷമാണല്ലോ. നല്ല കാറ്റാണ്, ഫ്രഷ് കാറ്റാണ്. പിന്നെ നല്ല റീസണബിൾ റേറ്റ് ആണ് ചായ കടി. ഇവിടുത്തെ സമൂസൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു അന്തരീക്ഷമാണ്. അതെ അന്തരീക്ഷം.
ഇവിടെ ഈ നാടൻ പലഹാരങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഇതിനടുത്താണ് സമൂസപ്പൊടി. മലപ്പുറത്തിന് ഏറ്റവും പേരുകേട്ട ഈ സമൂസയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് സമൂസപ്പൊടി. അപ്പോൾ അതിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ സമൂസകൾ ഇവിടുത്തെ വളരെ വലിയ പ്രത്യേകത ഉള്ളതാണ്. നമുക്കിതിന് അടുക്കളയിലും കൂടി ഒന്ന് കയറി നോക്കാം. അവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് ചൂടുള്ള പലഹാരങ്ങളൊക്കെ ഇതിൽ നിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചായയുടെ സമൂഹമുണ്ട്. അമീർക്ക, എന്തായി കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? പരിപ്പോടെയാണോ ചൂടോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ? ഇത് സമൂസ പരിപ്പോടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. സമൂസയുടെ പണി നടക്കുന്നു. ഏറ്റവും കൂടുതൽ ഏതുണ്ടാക്കി ഇവിടെ? ഇവിടെ സമൂസയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. പരിപ്പോട ഉണ്ട്, സുഗീന്, മസാല ബോണ്ട, മുട്ട ബജി, എല്ലാ കാര്യം ഉണ്ട്. ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചോദിച്ചു സമൂസയാണ് ഏറ്റവും കൂടുതൽ. ഇതിപ്പോ കുറച്ച് നല്ലൊരു ആംബിയൻസ് ആണല്ലോ അല്ലേ? വന്നിരുന്ന ആളുകൾ പിന്നെയും ചായ കുടിക്കുന്ന വരും. ദൂരെയുള്ള ആളുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് പാടത്ത് ഞാറൊക്കെ നട്ടിരിക്കുകയാണ്. അടുത്ത മാസം ആകുമ്പോഴേക്കും ഇതിനൊക്കെ ഭംഗിയാവും സ്ഥലം. മൊത്തം പച്ചപ്പാവും. ആ പച്ചപ്പില് കാറ്റ് കൊണ്ട് വൈകുന്നേരങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? ഇവിടെ ഏകദേശം 8 മണി 8:30 വരെ രാവിലെ തുറക്കും. 6 മണി ആകുമ്പോൾ തുറക്കും. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. കൃഷിക്കാർ കൂടുതലുള്ള ഏരിയയാണ്. എല്ലാ ഐറ്റം കൃഷി നടക്കുന്നതാണ്. വെള്ളരി, തണ്ണിമത്തൻ, പേര് കേട്ടതല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ട്. 8 മണി വരെ 8 മണി വരെ കട ഉണ്ടാവും. എല്ലാവരും കുറെ കാലമായിട്ട് ഒപ്പം നിൽക്കണം. പരിപ്പോടെ അതിന്റെ ആ മുരിഞ്ഞ് വരേണ്ടത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ആ സ്മെല്ല് തന്നെ നമ്മളെ വായിൽ വെള്ളം വരും. അത്രമാത്രം മുരിഞ്ഞ അതിന്റെ കളർ കണ്ടില്ലേ? സൂപ്പറാണ്. ഇതൊക്കെ ഒരിക്കലും കഴിച്ച ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പല വഴിക്കൊന്നും വരുന്നുണ്ട്. ഒന്നാമത് ഇവിടുത്തെ ഈ ക്ലൈമറ്റ്, അതേമാതിരി പരിസ്ഥിതി കൃഷിപ്പണിയൊക്കെ തുടങ്ങി. ആംബിയൻസ് ഭയങ്കര. ഇത് വെജിറ്റബിൾ സമൂസയുടെ പണിയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഇടയിൽ അല്ലേ? ചിക്കൻ സമൂസയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാച്ചാൽ ഇവിടുത്തെ മറ്റൊരു കാഴ്ച കാണാൻ പറ്റും. ഇവിടെയും കുറച്ച് പേർക്ക് ചായ കുടിക്കാനൊക്കെ ഇരിക്കാം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഐ ലവ് കാറ്റാടിപ്പാടം കണ്ടോ? കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു അടയാളമാണ് ഐ ലവ് കാറ്റാടി. ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. എന്താണ്, സ്ഥിരം വരാറുണ്ടോ ഇവിടെ? എപ്പോഴെങ്കിലും നല്ല പ്രകൃതി ഭംഗി കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല കാറ്റുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവൂലേ? എന്താ കഴിക്കണേ മോള്? മോനെന്താ കഴിക്കണേ? എന്താ കഴിക്കണേ? അവന് എന്തായാലും ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഇവിടുത്തെ പഴംപൊരി സമൂസ. എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നുന്നത്? സമയം പോണത് അറിയില്ല അല്ലേ? നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ച കൂടി കാണാം. ഈ ഒരു പാടത്തിന്റെ നടുവിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇരുവശവും പാടമാണ്. അപ്പുറത്ത് കാണാം ഞാറ് നടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ മുഴുവനെ പച്ചപ്പായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതവിടെ ഞാറിന് കൂട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പച്ചപ്പിൻ്റെ നടുവിലാണ് ശരിക്കും കാറ്റാടിപ്പാടം വരുന്നത്. നമ്മൾ എത്ര ചായ കുടിക്കുന്നോ, എത്ര പലഹാരം കഴിക്കുന്നോ ഒന്നും പറയാനാവില്ല. അപ്പോൾ സമയം കിട്ടുന്നവർ, ഈ വഴിയൊക്കെ പോകുന്നവർ മലപ്പുറം പെരുന്തമണ്ണ റൂട്ടിലാണ് ഈ കരിഞ്ചാപ്പടിയിൽ ഈ കാറ്റാടിപ്പാടത്തേക്കുള്ള വഴി. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, വന്നവർ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഈ സ്ഥലം നമ്മളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. എന്തായാലും നന്ദി അനുമോദ്, ഞങ്ങളെയും കൂടി കാറ്റാടിപ്പാടത്തേക്ക് കൊണ്ടുപോയതിന്, നല്ലൊരു വൈബ് തന്നതിന് ഈ ഈവനിങ്ങിൽ. എന്തായാലും രാമപുരത്താണ് കരിഞ്ചാമ്പടിയിൽ. ഇനി അവിടെ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോവുക. ഇനി മലപ്പുറത്തേക്ക് പോകുന്നവർ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എത്തിപ്പെടുക. എന്തായാലും നല്ലൊരു ഈവനിങ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അവിടെ നിന്ന് CV അനുമോദ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളും വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളും ഒക്കെ കാണാം. ഇനി തിങ്കളാഴ്ച വൈകുന്നേരം കാണാം, നേരം വൈകുന്നേരത്തിൽ.